ഹലോ നമസ്കാരം. നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വി ഫൈൻഡർ ബിയോണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മളൊരു കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോ ഇടാനായിട്ട്. നമ്മളിപ്പോൾ പൊതുവിൽ എന്താ ട്രെൻഡെന്ന് അറിയില്ല, എല്ലാവരും ഇപ്പോൾ ഇൻസ്റ്റയിലും നമ്മുടെ FBയിലുള്ള റീൽസൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. നമ്മൾ യൂട്യൂബിലാണെങ്കിലും നമ്മൾ കുറച്ച് ഷോർട്സൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യാറ്. ഒരു ലെങ്തി വീഡിയോ എടുക്കാനുള്ള അതിൻ്റെ ഒരു പിന്നാലെ കുറച്ച് ടൈം ഡിലേക്ക് ഉണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് അതിന് റീച്ചബിൾ ആയിട്ടുള്ള എന്താ പറയുക വ്യൂസൊക്കെ താരതമ്യേന കുറവാണ്. അതിൻ്റെ അൽഗോരിതത്തിൻ്റെ പ്രശ്നമാണോ ഇനി നമ്മൾ ഇടണതിൻ്റെ കണ്ടൻറ്റിൻ്റെ ആണോ എന്നറിയില്ല. അപ്പോൾ പൊതുവേ എല്ലാവരും ഇങ്ങനെ വലിയ ചാനലുകൾ വരെ അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമാണ്. പിന്നെ പോരാത്തതിന് നമ്മൾ ഇത്രയും എഫേർട്ടൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ പൊതുവിൽ എല്ലാവർക്കും കിട്ടുന്നവരെന്താ പറയണേ, ഒരു കല്ലേറ് ചളിയേറ് ഒക്കെ നമുക്കുണ്ട്. അത് ഈവൻ നമ്മൾ ഒരു സപ്പോർട്ടില്ലാത്തൊരു മേഖലയാണ് ഈ പറയുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് തോന്നുന്നതൊരു ചളിയായിട്ടും ഒക്കെ ആയതുകൊണ്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. അപ്പം എന്തായിരുന്നാലും നമ്മുടെ കുറച്ചൊരു ഗ്യാപ്പ് ഒന്നും ഉണ്ടാകുന്ന നികത്താനായിട്ടുള്ള പരിശ്രമം നമ്മളതിന് തുടരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല സണ്ണി ആയിട്ടുള്ളൊരു ദിവസം വന്ന സമയത്ത് ആഷിയും അമ്മൂസും ഏമിയൊക്കെ അവർ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഒരു സൈക്ലിങ്ങിന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു നല്ല അടിപൊളി നമ്മുടെ വില്ലയുടെ അടുത്ത് കൂടെ തന്നെ പോകുമ്പോൾ എന്താ പറയണേ, ഒരു വാക്കബിൾ ആയിട്ടുള്ളൊരു നല്ലൊരു വേ ഒക്കെ ഉണ്ട്. അതിൻ്റെ ഏരിയയിൽ നല്ല മഞ്ഞ പൂപ്പാടമായിട്ട് ഇപ്പോൾ UK എല്ലായിടത്തും കാണാൻ പറ്റുന്നൊരു സംഭവമാണ് നമ്മുടെ റബ്സൈഡ് മറ്റേ ഓയിലിൻ്റെ പാടം. അത് ഒരുപാട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്യാങ്ങുകൾ സൈക്ലിങ്ങിന് പോകാനായിട്ട് ഓൾറെഡി റെഡിയായി. ഒപ്പം അവരുടെ ടീംമേറ്റ്സ് ഉണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു പാർക്ക് ഉണ്ടെന്നുള്ളത് നമ്മൾ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോയിൽ വന്നിട്ടില്ല. ഇതിപ്പോൾ ഓൾറെഡി റെഡിയായി. സ്കൂൾ ടൈമിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്യാങ്ങുകളെല്ലാവരും വരും. ഈ വില്ലേജിലുള്ളതും ഇതിൻ്റെ സറൗണ്ടിങ്സ് ആയിട്ടുള്ള ഒരുപാട് ഗ്യാങ്ങുകൾ വന്ന് ഇതിൽ തിമിറക്കലാണ്. അപ്പോൾ അവർ ഒരു കോമൺ കോയിറ്റായിട്ട് ഇപ്പോൾ കിടക്കണമെന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മാറും. ഒരുപാട് പുതിയ റൈഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ കളിക്കാനായിട്ട് കുട്ടീസ് ഗ്യാങ് എന്ന് മാത്രമല്ല എല്ലാവർക്കും എൻജോയ്മെൻറ്റിൻ്റെ അൾട്ടിമേറ്റായിട്ട് അവർക്ക് അവരുടെ സമയം കണ്ടെത്താൻ. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞൊക്കെ ആണെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ബാഗ് വെച്ചിട്ട് യൂണിഫോം വരെ മാറാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇതിൽ ഓടി കളിക്കണത്. ഇതാണ് കേട്ടോ നമ്മുടെ പാർക്കിൻ്റെ ആംബിയൻസ്. ഈവനിങ്ങിൽ നടക്കാനിറങ്ങിയ ഗ്യാങ്ങുകളുടെ ഒപ്പം ഉള്ള സൈക്ലിങ്ങിൻ്റെ താരങ്ങളാണ് കേട്ടോ. ഫ്രണ്ട്സ് കൂടിയിട്ടുള്ള പരിപാടിയാണ്. ബ്രോ കയ്യിൽ പിടിക്ക്. വണ്ടി വന്നിട്ടോ, നോക്കി പോണേ. അത് വെയിറ്റ് ചെയ്യ്, റോഡിലോട്ട് ഇറക്കരുത്. ഭയങ്കര സ്പീഡിലാവണം കുഞ്ഞിന് ഹെൽമെറ്റ് നേരെ വെക്കേ. ഇത് കുഞ്ഞുങ്ങളുടെ സൈക്കിളിൽ വിട്ട് നീങ്ങാത്തെന്താ സ്പീഡൊക്കെ? കുഞ്ഞു അഭ്യാസം കണ്ടോ? അത് അടിപൊളി. ക്രോസ് ചെയ്യുമ്പോൾ നോക്കണേ, വണ്ടി ഉണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ലേ ഔട്ടിൻ്റെ ഈ സൈഡിൽ നിന്നുള്ള എൻട്രൻസ്. നമ്മുടെ ചില്ലിയ ഹോംസിൻ്റെ വേർഡ് ആൻഡ് റൈസ് എന്നാണ് ഈ വില്ലയുടെ പേര്. ഈ ഏരിയയുടെ നമ്മൾ എൻട്രൻസിൽ നിന്ന് വരുമ്പോൾ കാണുന്ന ഫസ്റ്റ് റൈറ്റിൽ ഫ്ലാറ്റ്, പിന്നെ ലെഫ്റ്റിൽ വില്ലാസ്. അത് 3, 2, 4, 5 എന്നൊക്കെ പറഞ്ഞിട്ട് പല റേഞ്ചിലുള്ള വില്ലാസാണ് ഇവിടെ ഉള്ളത്. എടി നീ അഭ്യാസം കാണിക്കാതെ പോയേ കുഞ്ഞാ. മമ്മി ആമൂസൊക്കെ അവിടെ എത്തി. സ്പീഡാക്ക്. നല്ല ഈവനിങ്ങിലൊക്കെ ഇപ്പം നടക്കാൻ പറ്റിയ സമയമാണ്. ഇപ്പം ജാക്കറ്റൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് കുറച്ച് സമയമല്ലേ കിട്ടുള്ളൂ. അതിൻ്റെ ഒരു തുടക്കമാണെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് നല്ലൊരു വെതർ. പക്ഷെ ഇന്നലെ വൈകിട്ട് മഴ പെയ്തു. അത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അടിപൊളിയാണ്.
ഇവിടെ ആ വൈറ്റ് കാറിന്റെ ബാക്ക് സൈഡിലാണ് നമ്മുടെ ക്ലബ് ലാൻഡ്സ്, നമ്മുടെ പ്രൈമറി സ്കൂള്. ഇപ്പൊ കുഞ്ഞിനൊക്കെ ഇനി സ്കൂൾ ചേഞ്ച് ആണെങ്കിൽ ഇപ്പൊ അടുത്തായിരിക്കും. ഇത്ര വഴി നടക്കാനുള്ളൂ. ഇതാണ് ഇതിന്റെ ഒരു സൈഡിൽ നിന്നുള്ള ആംബിയൻസ്. ഇവിടെ കുറെ കുതിരകളെയൊക്കെ കൊണ്ടുവന്ന് മേയാൻ വിടാറുണ്ടായിരുന്നു. ഉണ്ടോ ഇല്ലേന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ വഴിക്കല്ലേ നമ്മള് മറ്റേ ഇത് പറഞ്ഞത്? അവിടെയാണ് ഒരു ഫാമിംഗ് ലാൻഡ് ഉള്ളത്. പിന്നെ ഒരു വാക്കിങ്ങിന് പോകുന്ന നമ്മുടെ ഒരു വഴി, ഇടയ്ക്ക് റീൽസിലൊക്കെ നിങ്ങൾ കാണാറുണ്ടെങ്കിൽ അത് ഈ വഴിയായിരിക്കും കേട്ടോ. ഇവിടെ പൂവുണ്ടായിക്കണ കേട്ടോ. ഇത് നല്ല അടിപൊളിയായല്ലോ അല്ലേ? ഓ, ഇത് കിടക്കനായി. നല്ല ഫോട്ടോ, അടിപൊളി സെറ്റപ്പ്. ഇതാണ് നമ്മുടെ സൈക്ലിംഗ് വഴി. കുഞ്ഞു പോ, ഫാസ്റ്റായിട്ട് പോ, ഫാസ്റ്റായിട്ട് പോടെ വേഗം. കുഞ്ഞിൻ്റെ വീല് ഞങ്ങൾ കഴിഞ്ഞ എടുത്ത് കളഞ്ഞു. അപ്പോൾ പുള്ളിക്കാരിക്ക് ചവിട്ടാൻ പറ്റുള്ളൂ. ഇത് പുള്ളിക്കാരിക്ക് ആ സപ്പോർട്ടിങ് വീലുള്ളതുകൊണ്ട് നിന്നും ചെരിഞ്ഞ് എങ്ങനെ വേണേലും ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമ്പൂസും ഗ്യാങ്ങും എത്തിപ്പോയി. ഹേ ഓടയാണ്. കുഞ്ഞ് നീ ചവിട്ടാത്തെന്താ? ഇതെന്നത് നീലക്കുറിഞ്ഞി പൂത്ത പോലെയുള്ള അവിടെ ഇപ്പം നിൽക്കണേ കണ്ടോ? ഞങ്ങളുടെ ഇവിടുത്തെ നീലക്കുറിഞ്ഞി എന്ന് വേണമെങ്കിൽ പേരിടാം. ഇതിൻ്റെ പേരെന്താണ് ഒറിജിനല്? ഇത് മൊത്തത്തിൽ ഇങ്ങനെ എല്ലായിടത്തും കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട്. സൈക്കിൾ ചവിട്ടി അവശതയായ പക്ഷെ പുള്ളി അടിപൊളിയായിട്ട് സൈക്കിൾ ചവിട്ടാനുണ്ടോ എന്തായാലും അല്ലേ? ഇതാണ് നമ്മുടെ സൈക്ലിങ്ങിന്റെ വഴി. അങ്ങനെ അങ്ങോട്ട് പോകുന്നു. നമ്മുടെ ബ്രാഡ്ഗേറ്റ് ബേക്കറി, ആ ബേക്കറിയുടെ സൈഡിൽ ചെന്ന് ആക്സസ് ചാടും. അപ്പോൾ ഇവിടെ നിന്നൊരു ക്ലോസ് ഷോർട്ട് കട്ടാണ് നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡ്. കാര്യം എന്താ, എന്നോട് ആച്ചിൽ കുറച്ച് ദിവസമായിട്ട് പറയണേ ഇത് നമ്മുടെ അടുത്ത് ഇങ്ങനെ വലിയ സംഭവം ഉണ്ടെന്ന്. അപ്പൊ നീ എങ്ങനെ കണ്ടുപിടിച്ചേ? ആണോ? കണ്ടോ, ഇതിപ്പോ നമ്മുടെ വീടിന് നടന്നു പോവാൻ ദൂരത്തിൽ ഇപ്പൊ ഇത്രയും സംഭവം വലിയൊരു ഫാമിംഗ് ഏരിയ ആണ് അല്ലേ ഇത്? കണ്ടോ, ഇതാണ് നമ്മുടെ ഇതിന്റെ ഈ ഫ്ലവർ, ഈ തണ്ട് സാധനം എടുത്തിട്ടാണല്ലേ നമ്മള് ഡ്രൈ ചെയ്ത് ഓയിലാക്കി മാറ്റണേ. ഇതിന്റെ പ്രോസസ് എങ്ങനെയാന്ന് അറിയില്ല. കണ്ടോ, ഇത് വലിയൊരു തോട്ടാട്ടോ. ഡ്രോണ് പറത്താനുള്ള ശ്രമത്തിൽ പറന്ന സാധനം പൊങ്ങണില്ല. കാറ്റായതുകൊണ്ട് സംഭവം ഒരു ടേക്ക് ഓഫിൽ ഇതിൻ്റെ ഉള്ളിൽ പോയി. പാമ്പൊന്നുമില്ല, പേടിക്കണ്ട. കയറിക്കോ, പാമ്പില്ല. ഇല്ലടി, അതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനം കണ്ടുപിടിച്ചു കേട്ടോ. ഗുഡ് ജോബ്. ചുമ്മാ നമുക്ക് സ്ട്രെയിറ്റ് പൊങ്ങോ നോക്കാക്കി. അച്ഛന് പിടിച്ചേ ഒന്നുകൂടി. ഓക്കെ. കാറ്റില്ലാത്ത ദിവസം എത്ര ദിവസം ഞാൻ നിന്നോട് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കിയേ ഈ ഡ്രസ്സൊക്കെ അത് കുഴപ്പമില്ല. ഇതൊക്കെ വരുന്നുണ്ടോ? പിന്നെ വരും. ഫേസ് കാണിക്കും. ഫേസ് പൊക്കി വിടണോട്ടോ. ഈ തപ്പി എടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. നീ കാട്ടിലൊക്കെ വിട്ടു. 1 2 3 one more time try. അയ്യോ, സബ്ജക്ട് ഫസ്റ്റ്. എന്റെ ഫേസ് കാണിക്കേ. യെസ്.
ഓ കാറ്റ് 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 കൊണ്ടുപോകുന്നില്ല. താത്തി പിടിച്ചോ, പിന്നെ കാറ്റില്ലാത്ത ദിവസം വന്നെടുത്താ മതി. തിരിക്കും അറ്റ്ലീസ്റ്റ്. നമ്മുടെ അടുത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഫാം ലാൻഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം അത്രമാത്രം ഇത് യെല്ലോയിഷ് ആയിട്ട് ഒരു വൈഡ് ഏരിയ തന്നെയുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അടുത്തുള്ള സുഹൃത്തുക്കൾക്ക് ഒരു കാണാവുന്ന ഒരു നല്ല കാഴ്ചയാണ്. പിന്നെ ഇതിൻ്റെ ഇൻഫർമേഷൻ ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ യു കെയിലൊക്കെ യൂസ് ചെയ്യുന്ന ഓയിലുകളിൽ വൺ ഓഫ് ദി ലീഡിങ് പൊസിഷനാണ് നമ്മുടെ ഈ വെജിറ്റബിൾ ഓയിലായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ റേപ്സീഡ് ഓയിൽ ഏകദേശം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 893 ടണ്ണാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ വരുന്നത്. ലാസ്റ്റ് ഇയറിനേക്കാളൊക്കെ ഇത് ഈ തവണ കൂടുതലാണ്, 7% ഇൻക്രീസ് ആണെന്നാണ് അത് അറിയപ്പെടുന്നത്. ഇത് പോരാത്ത ഇംഗ്ലണ്ടിൽ മാത്രം ഏകദേശം 204,000 ഹെക്ടറിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഏരിയ ആയിട്ട് കിടക്കുന്നത്. അത്രമാത്രം ഈ മഞ്ഞ പൂപ്പാടം പോലെയുള്ള ഈ ഇതിൻ്റെ ഫാമിംഗ് ലാൻഡ് ഏരിയ നിങ്ങൾക്ക് എവിടെ പോകണമെങ്കിലും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഒലിവ് ഓയിലിന് ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാവുന്ന ഇതിൻ്റെ കോൾഡ് പ്രസ്ഡ് ഓയിലാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇതിൽ നിന്ന് തന്നെ നമ്മൾ വേർതിരിച്ചെടുക്കുന്ന നമ്മുടെ ഹൈ ലെവൽ വിറ്റാമിൻ ഇ, ന്യൂട്രീഷൻ ലെവൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റേപ്സീഡ് കേക്ക്, അത് നമ്മുടെ ലൈഫ് സ്റ്റോക്ക് ഫീഡായിട്ട് നമ്മൾ നമ്മുടെ പശുക്കൾക്കും മറ്റൊക്കെ ആയിട്ട് കൊടുക്കുന്ന ഫീഡിന് ഉപയോഗിക്കുന്നതാണ് ഇതിന് പ്രൊഡക്റ്റ് വരുന്നത്. ഇപ്പം നമ്മൾ നിലവിൽ കാണുമ്പോൾ ഇതൊരു മഞ്ഞ പൂക്കളും ഒക്കെ ആണെങ്കിലും ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് അങ്ങനെ ബൈ പ്രൊഡക്റ്റ് തിരിച്ചു വരുന്നുണ്ട്. ഫാമേഴ്സിൻ്റെ അപ്ഡേറ്റ്സ് പ്രകാരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് ഇതിൻ്റെ പ്ലാന്റിങ് സംഭവം അവർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഗ്രോത്ത് സ്റ്റേജ് ഏകദേശം ഒരു ഏപ്രിൽ മെയ്യോട് കൂടി ആവും. ഇത് യെല്ലോ ഒക്കെ ആവുന്നത് മെയ് ആവുമ്പോഴാണ്, ഏപ്രിൽ മെയ്യിലാവുമ്പോഴേക്ക് ഇത് ഏകദേശം ഇതാവും. ഹാർവെസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് ജൂലൈയിലാണ്. അപ്പം നമ്മൾ ഇപ്പം ഇത് ജൂലൈയോട് കൂടി ഇത് ഏകദേശമൊക്കെ എല്ലാ സ്ഥലത്തും ഇത് അവരിത് ഹാർവെസ്റ്റിംഗ് നടത്തും. അപ്പോൾ അതിന് മുമ്പൊക്കെ നിങ്ങൾക്കിത് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു അവസരങ്ങളുണ്ട് നിങ്ങളുടെ ചുറ്റുപാട്. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്താം. അതി നിനക്ക് ഇഷ്ടമായോ അസലാം? എവിടെ നോക്കട്ടെ സൈക്കിളുകാരൻ. ഇഷ്ടമായോ സലാം? വാവ്, ബട്ട് തിരികെ നമുക്ക് തന്നെ തിരിക്കാം. ഇത് നമ്മളിപ്പോൾ ഈ വിഷ്വൽസ് നമ്മൾ യു കെയിൽ അല്ലെങ്കിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ ഇതേപോലത്തെ നല്ല മഞ്ഞ പൂപ്പാടങ്ങൾ പോലെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ഞങ്ങൾക്കിപ്പോൾ വലിയ ദൂരമില്ലാതെ നമുക്ക് തൊട്ടടുത്ത് ഇത്രയും വിഷ്വൽസ് ഉണ്ടെന്നുള്ളത് അപ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റി. അപ്പോൾ ഈ ഏരിയയിലുള്ള സുഹൃത്തുക്കൾ നമ്മുടെ ആരെങ്കിലുമൊക്കെ കാണാമെന്നുണ്ടെങ്കിൽ പോരട്ടെ. അധികം ദിവസം ഉണ്ടാവുമെന്ന് അറിയില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത് റെഡി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത് വലിയ താമസമില്ലാതെ അവർ കട്ട് ചെയ്യും. അതിൻ്റെ ഹാർവെസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ പുതിയ വിശേഷങ്ങളായിട്ട് നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു സോ മച്ച്. ബൈ.